ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോർഷൻ മായുടെ ഭാഗമായിട്ട് നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷൻ്റെ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കറിയാം, പോർഷൻ മാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ന്യൂട്രീഷൻ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോർഷൻ മായിലൂടെ ചെയ്യുന്നത്. കുട്ടികളുടെ ആരോഗ്യം, പോഷണ ഗുണമുള്ള ഭക്ഷണം നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പോർഷൻ മായുടെ ഭാഗമായിട്ട്, അതായത് അംഗനവാടി ടീച്ചറായാലും ഗുണഭോക്താക്കളായാലും മറ്റേത് സ്റ്റാഫുകളാണെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് വേണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം ന്യൂട്രീഷൻ സംബന്ധമായ ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാം, ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം എന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അംഗനവാടി തലത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദറിനൊക്കെ ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വിസ് പരിപാടി നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, ബെനിഫിഷ്യറിയുടെ അടുത്തത് ഫോട്ടോ എടുക്കാൻ പറയാം. അതായത് ഈ ക്വിസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ബെനിഫിഷ്യറിക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത ആളോട് പറഞ്ഞിട്ട് ബെനിഫിഷ്യറിക്ക് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അത് നിങ്ങൾ ജന്നാന്തോണിൽ ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ള ഹെഡിനകത്ത് പോയിട്ട് അതിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളൊരു പ്രോഗ്രാം. അപ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അത് ബെനിഫിഷ്യറിക്ക് അയച്ചിട്ട് അവരുടെ അടുത്ത് ഫോട്ടോ നമുക്ക് തരാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്, അതായത് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തി കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് നമ്മുടെ ജന്നാന്തോളം ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ജന്നാന്തോളം അടിക്കുക, അതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഇതിൽ 3-4 വരയിൽ ക്ലിക്ക് ചെയ്യുക, ഡാറ്റ എൻട്രി കൊടുക്കുക, നിങ്ങൾ നോർമൽ ചെയ്യണം പോലെ ലോഗിൻ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ തീം സെലക്ട് ചെയ്യണം. തീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടാവാം, പോഷന്മാരെ സംബന്ധിച്ച ക്വിസ് കോമ്പറ്റീഷൻ ഏത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏത് തീമിലായിരിക്കും എന്നുള്ളത്. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് സംശയങ്ങൾ വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി വരുന്നത് ഏത് തീമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയാസ് ഇൻഫ്ലുവൻസിങ് ന്യൂട്രീഷൻ, അതായത് നമ്മൾ ന്യൂട്രീഷനെ ബേസ് ചെയ്യുന്ന ഏരിയ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയണത്. ഏറ്റവും താഴെ നിന്ന് തൊട്ട് മുകളിലത്തെ, അതിനകത്താണ് നമ്മുടെ ഈ പറഞ്ഞ ക്വിസ് കോമ്പറ്റീഷനൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നിന്ന് തൊട്ട് മുകളിലത്തെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ അംഗനവാടി സെലക്ട് ചെയ്യുക. മനസ്സിലായ? ദെൻ അംഗനവാടി നിങ്ങൾ സെലക്ട് ചെയ്തു. അതിന് ശേഷം നിങ്ങൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്ന കാണാം, കണ്ടില്ലേ, ഒരുപാട്. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങളിവിടെ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ താഴെ നിന്ന് 3-മതായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനൊരു സെക്കൻഡ്, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കിവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു, അതാണ് എനിക്ക് ചെറിയത് വന്നത്. അതായത് നമുക്കിവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഏരിയ ഇൻഫ്ലുവൻസ് ന്യൂട്രീഷനിൽ നിങ്ങളിവിടെ ബ്ലോക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റിയിൽ നിങ്ങൾ താഴെ നോക്കി കണ്ട സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റംസ് ന്യൂട്രീഷൻ റിലേറ്റഡ് അവയർനെസ് ത്രൂ എസ്സേ അല്ലെങ്കിൽ ക്വിസ് ഓർ ഡ്രോയിങ് കോമ്പറ്റീഷൻ കണ്ട. ഇതിനകത്ത് നമുക്ക് ഏറ്റവും താഴത്തെ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും താഴത്തെ എടുക്കുമ്പോൾ ഇത് വരുന്നുണ്ട്, കണ്ട സസ്റ്റൈനബിൾ ഫുഡ്സ് ഏറ്റവും താഴത്തെ കണ്ട ക്വിസ് വരുന്നുണ്ട് കോമ്പറ്റീഷൻ. പക്ഷെ നമ്മളിപ്പോൾ ഇതിന് പകരം നമ്മൾ ബാക്ക് പോയിട്ട് ഇവിടെ ബ്ലോക്ക് എന്നുള്ളത് മാറ്റി അംഗൻവാടി ആക്കുമ്പോൾ, അംഗൻവാടി ലെവലാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റി വരുന്നില്ല. നിങ്ങൾ താഴെ നിന്ന് മുകളിൽ നിൽക്കേണ്ട, അങ്ങനെ ഒരു ആക്ടിവിറ്റി വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി വരാത്ത പക്ഷം നിങ്ങളവിടെ എന്ത് ചെയ്യണം, അതർ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും മതി. അതർ കണ്ട, അതർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, എണ്ണം കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ സെലക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിലേക്ക് എൻ്റർ ആയിട്ട് പൊക്കോളും. അപ്പോൾ എനിക്ക് അവിടെ ഒരു ചെറിയ സംശയം വന്നു, അതുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്ത് ബ്ലോക്കും അംഗനവാടി സെലക്ട് ചെയ്യണ കേസ്. ഓക്കെ, താങ്ക് യു.